ഫ്രണ്ട്സ്, എല്ലാവർക്കും F4 ഫിഷ് ആൻഡ് ഫാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് അസോള കൃഷിയെക്കുറിച്ചാണ്. അസോള വളർന്നു കിടക്കുന്ന 15 സെൻറ്റോളം വരുന്ന ഒരു കുളവും, അതുപോലെ തന്നെ മത്സ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ജലസസ്യമായ വാട്ടർ ക്യാബേജ് വളർന്നു കിടക്കുന്ന 1 ഏക്കറിന് മുകളിലുള്ള ഒരു പാടശേഖരമാണ് ഞങ്ങളിത് കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരു പുതിയ യൂട്യൂബർ എന്ന നിലയിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹലോ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ 15 സെൻറ്റോളമുള്ള അസോള വളർന്നു കിടക്കുന്ന കുളം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏകദേശം ഒരു 2-3 മാസമായിട്ടുണ്ട് അസോള വന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ മീൻ തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത് ഈ അസോളയാണ്. അപ്പോൾ ഈ അസോളയുടെ സൈഡിലായിട്ട് കാണുന്ന കറുത്ത ഭാഗങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വെയിൽ ഏറ്റവും കൂടുതൽ അടിക്കുന്ന ഭാഗമാണ്. അപ്പോൾ അസോളയ്ക്ക് വെയിൽ ഏറ്റവും കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പാത്ത കുളങ്ങളൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ഒരു 50% വെയിൽ അടിക്കുന്ന രീതിയിൽ അസോള വളർത്താവുള്ളൂ. അപ്പം നമുക്കിത് കുറച്ച് കോരി നമ്മുടെ മീന് തീറ്റയായിട്ട് കൊടുക്കാം. ഒരു വല ഉപയോഗിച്ച് കുറച്ച് മാത്രമേ കോരി എടുക്കുന്നുള്ളൂ. അപ്പോൾ രാവിലെ ഞാൻ തീറ്റ കൊടുത്തതാണ്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് കോരി എടുക്കുന്നത്. ചിലവ് ചുരുക്കി മീനുകൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ് അസോള എന്ന് പറയുന്നത്. ഏതാണ്ട് 30% പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയ ഒരു ഫുഡ് കൂടിയാണ് അസോള എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അസോള കൊടുക്കുന്നതിന് മുന്നേ അസോളയുടെ വേരുകളിൽ കൃമികളും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല ഉറപ്പ് ശേഷം മാത്രമേ നിങ്ങൾ കൊടുക്കാം. ഇതാണ് നമ്മുടെ വാട്ടർ ക്യാബേജ്. ഈ കാണുന്നതാണ് വാട്ടർ ക്യാബേജ് പടർന്നു കിടക്കുന്ന ഞാൻ പറഞ്ഞ പാടശേഖരം എന്ന് പറയുന്നത്. ഇത് മീനുകൾക്ക് ഏറ്റവും നല്ല ഒരു ജലസസ്യമാണ്. അതുപോലെ തന്നെ ദോഷമുള്ള ജലസസ്യമാണ്. കാരണം ഇത് കുളങ്ങളിൽ ഏറ്റവും കൂടുതൽ വന്നു കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനുകൾക്ക് ലഭിക്കേണ്ട ഓക്സിജന്റെ അളവ് ക്രമാതീതമായി കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം രാത്രി കാലങ്ങളിൽ ഓക്സിജൻ ഏറ്റവും കൂടുതൽ വലിച്ചെടുക്കുന്ന ജലസസ്യം കൂടിയാണ് ഈ വാട്ടർ ക്യാബേജ് എന്ന് പറയുന്നത്. ഇത് കാർപ്പ് പോലെയുള്ള മത്സ്യങ്ങൾക്ക് ബ്രീഡിങ്ങിനും മറ്റുമാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ വാട്ടർ ക്യാബേജ് ഉപയോഗിച്ച് വരുന്നത്. പിന്നെ കുളങ്ങളിലെ തണൽ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ അസോള കൃഷിയുടെയും വാട്ടർ ക്യാബേജ് പാടത്തിൻ്റെയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അഥവാ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നമ്മളത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും അസോളയുടെയോ അല്ലെങ്കിൽ വാട്ടർ ക്യാബേജിൻ്റെ വിത്ത്, അതായത് നിങ്ങൾക്ക് മീനുകൾക്ക് മറ്റും കൊടുക്കാനായിട്ട് അതിൻ്റെ വിത്ത് ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്ന് ഈ അസോളയുടെയും വാട്ടർ ക്യാബേജിൻ്റെ വിത്ത് ഫ്രീ ആയിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായിട്ട്
പിന്നെയും കാണാം.